കഴിഞ്ഞ സീസണിൽ ആരാധകരുടെ മനം കവരുന്ന പ്രകടനമാണ് ബാർസലോണ കാഴ്ചവെച്ചത്. മെസ്സി ബാർസലോണ വിട്ടതിനു ശേഷം ഏറ്റവും മികച്ച ഫുട്ബോൾ മത്സരങ്ങളാണ് ആരാധകർക്ക് വേണ്ടി ബാർസലോണ വിരുന്നൊരുക്കിയത്. ഇപ്പോൾ ഫ്ലിക്കിന്റെ പുതിയ ബാർസലോണയെ ആർക്കും തകർക്കാൻ പറ്റാത്ത വിധം ഫ്ലിക്ക് പടുത്തുയർത്തിയിരിക്കുന്നു. ഈ ടീമിലേക്ക് ഇനിയും കുറച്ച് സൈനിങ്ങുകൾ വേണമെന്ന് ആരാധകർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിലൊന്നായിരുന്നു നിക്കോ വില്യംസ്. അത്ലറ്റിക്കോ ബിൽബാവോ താരമായ സ്പാനിഷ് വിങ്ങർ ഏറെക്കുറെ ബാർസലോണയുമായി ധാരണയിൽ എത്തിയതായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾ അത്ലറ്റിക്കോ ബിൽബാവോയുമായി ഒരുപാട് വർഷത്തെ കരാർ പുതുക്കുകയാണ്. പിന്നെ ബാർസ നോക്കിയത് ലിവർപൂളിന്റെ ലൂയിസ് ഡിയാസിനെയായിരുന്നു. ചെറിയ ചർച്ചകൾ നടന്നെങ്കിലും ആ ഡീലും നടന്നില്ലായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ വരികയാണ്. പറഞ്ഞു വരുന്നത് ഇംഗ്ലണ്ടിന്റെ പുൽമൈതാനങ്ങളിൽ കാറ്റുനിറച്ച തുകൽ പന്തിന് പിന്നാലെ ലക്ഷ്യം തെറ്റാതെ ട്രിബിൾ ചെയ്ത് ബോക്സിലേക്ക് ഇടിച്ചു കയറി അപകടം വിതക്കാൻ കെൽപ്പുള്ള ഒരു ചെകുത്താനെ കുറിച്ചാണ്. പാവങ്ങളുടെ കാവൽ മാലാക മാർക്കസ് റാഷ്ഫോർഡിനെ കുറിച്ച്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിൽ ഏറ്റവും അധികം ശമ്പളം കൈപ്പറ്റുന്ന താരങ്ങളിൽ ഒരാളായിരുന്നു മാർക്കസ് റാഷ്ഫോർഡ്. 2016 ഫെബ്രുവരിയിൽ ലൂയിസ് വാങ്കാലിന് കീഴിൽ 18 വയസ്സുള്ളപ്പോൾ അരങ്ങേറ്റം കുറിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാദമി താരം ക്ലബിനായി 426 മത്സരങ്ങളിൽ നിന്ന് 138 ഗോളുകൾ നേടിയിട്ടുണ്ട്. പരിശീലകരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചലിക്കുന്നതിൽ വിമുഖത കാണിച്ച താരം കഴിഞ്ഞ സീസണിന്റെ രണ്ടാം പകുതിയിൽ ആസ്റ്റൺ വില്ലയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ ചേക്കേറിയിരുന്നു. യുണൈറ്റഡിൽ അമോറിമിന്റെ കളിശൈലിയുമായി ഒത്തുപോകാത്ത റാഷ്ഫോർഡ് ബാർസലോണയിൽ കളിക്കാനുള്ള താല്പര്യം നേരത്തെ പ്രകടിപ്പിച്ചതുമാണ്. ഫ്ലിക്കിന്റെ രീതിയുമായി പൊരുത്തപ്പെടാൻ സാധ്യത കൂടുതലുള്ള കളിശൈലിയാണ് റാഷ്ഫോർഡിൻ്റെത്. റാഷ്ഫോർഡിന്റെ ബാർസയിലേക്കുള്ള നീക്കം ഒരേ സമയം പ്ലെയറിനും ബാർസക്കും ഗുണമാകാനാണ് സാധ്യത കൂടുതൽ. പ്രത്യേകിച്ച് ഒരു ലോൺ ആൻഡ് സൈനിങ് ഓപ്ഷനാണ്. പൊതുവെ കഴിവുണ്ടായിട്ടും അലസത കാണിക്കുന്ന താരം ഫ്ലിക്കിന്റെ കീഴിൽ എന്താകുമെന്ന് കണ്ടറിയാം. അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് ആർക്കും വലിയ സംശയമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും പെർഫോമൻസിന്റെ കാര്യം വരുമ്പോൾ സ്ഥിരതയില്ലായ്മയും അലസതയുമൊക്കെ ഒരു പ്രശ്നമായി തുടരുകയാണ്. ഇതൊക്കെയാണെങ്കിലും ലാസ്റ്റ് സീസണിലെ അയാളുടെ പെർഫോമൻസ് പ്രതീക്ഷ തരുന്നതാണ്. പ്രത്യേകിച്ച് UCL വിന്നേഴ്സായ PSG-ക്കെതിരെയുള്ള സെക്കൻഡ് ലെഗ് മത്സരം. കഴിഞ്ഞ UCL സീസണിൽ PSG-യെ തകർക്കാനായി ഏറ്റവും അടുത്തെത്തിയ ക്ലബ് ആരാണെന്ന ചോദ്യത്തിനുള്ള ഒരേയൊരു ഉത്തരം ആസ്റ്റൺ വില്ലയായിരുന്നു. നൗക്കോട്ട് എത്തിയപ്പോൾ എതിരാളികളെ തകർത്തെറിഞ്ഞ PSG-ക്ക് മുന്നിൽ കുറച്ചെങ്കിലും വിറപ്പിച്ചു നിന്നത് വില്ലയായിരുന്നു. അവരുടെ മികച്ച പ്രകടനത്തിന് കാരണമായവരിൽ പ്രധാനിയാണ് മാർക്കസ് റാഷ്ഫോർഡ്. രണ്ടാം ലെഗിൽ നടത്തിയ ആ മികച്ച പ്രകടനം, ചാമ്പ്യൻസ് ലീഗ് പോലുള്ള അഗ്നിപരീക്ഷണങ്ങളിൽ അയാൾക്ക് ഏത് തലത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് തെളിയിച്ച മത്സരമായിരുന്നു അന്ന് അയാൾക്കത്. പ്രത്യേകിച്ച് തുടക്കത്തിൽ തന്നെ 2 ഗോളിന് പിന്നിൽ പോയിട്ടും തിരിച്ചു വന്നതും അയാളുടെ പ്രകടനത്തിന്റെ മികവ് കൂടെയായിരുന്നു. സെന്റർ ഫോർവേഡായിട്ടാണ് അയാൾ കളിച്ചെങ്കിലും അയാളുടെ മിക്ക ടച്ചുകളും മാച്ച് ചേഞ്ചിങ് ടൈപ്പായിരുന്നു. പന്തുമായുള്ള അയാളുടെ ഒറ്റ ഡ്രൈവിൽ PSG ഡിഫൻസ് ഡീപ്പിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അതുവഴി സ്പേസ് ഉണ്ടാക്കി വില്ലയുടെ മറ്റ് കളിക്കാർക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. അയാളുടെ ഡയറക്റ്റ് അപ്രോച്ച് ഫ്ലിക്ക് പോലത്തെ ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കുന്ന മാനേജർക്ക് മുതൽക്കൂട്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഫിനിഷിങ്ങിൽ മാത്രമല്ല, ക്രിയേറ്റിവിറ്റി, ലിങ്കിങ് അപ്പ്, ഡേഞ്ചർ സെറ്റ് പീസുകൾ തുടങ്ങിയവയിലെല്ലാം റാഷ്ഫോർഡ് നന്നായി പെർഫോം ചെയ്തിരുന്നു. റാഷ്ഫോർഡ് ബാർസയിലേക്കുള്ള ലോൺ നീക്കത്തിന് എപ്പോഴോ തയ്യാറായിരുന്നു. ശമ്പളം കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ പോലും അയാൾ റെഡിയായിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. ക്ലബിനോട് താല്പര്യമുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ അയാളുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അയാളുടെ മെയിൻ പോസിറ്റീവ് നോക്കിയാൽ 2 പൊസിഷനിലും ഒരേപോലെ കളിക്കാൻ കഴിവുള്ള താരമാണ് റാഷ്ഫോർഡ്. ലെഫ്റ്റ് വിങ് ഫോർവേഡായിട്ടും സെന്റർ ഫോർവേഡായിട്ടും ഒരേപോലെ അയാൾ കളിക്കും. അതുപോലെ തന്നെ ലോൺ മൂവ് ആയതുകൊണ്ട് തന്നെ അയാൾ ഇവിടെ സക്സസ് ആയാലും ബാർസക്ക് അതൊരു വലിയ നേട്ടമാകും. റാഷ്ഫോർഡിന് ഇപ്പോൾ 27 വയസ്സാണ്. ആസ്റ്റൺ വില്ലയിൽ നടത്തിയ ലോൺ കാലയളവിൽ നേടിയ 4 ഗോളും 6 അസിസ്റ്റുമാണ് അവന്റെ ആത്മവിശ്വാസം വീണ്ടും ഉയർത്തിയത്. റാഷ്ഫോർഡ് പോലത്തെ ഒരു താരത്തെ നേടാനായതിൽ സന്തോഷമാണ്. എന്നിരുന്നാലും മുൻ ഇംഗ്ലണ്ട് ലെജൻഡ് ടെഡി ഷെറിംഗ്ഹാം പോലുള്ളവർ ഈ ലോൺ ഡീൽ ആത്മാവിനൊരു മുട്ടുകുത്ത് എന്നാണ് വിളിക്കുന്നത്. അതേസമയം ചിലർ പറയുന്നു റാഷ്ഫോർഡിന്റെ കരിയറിനിപ്പോൾ ഉയർത്തെഴുന്നേൽക്കേണ്ട സമയമാണിത്.
മാഞ്ചസ്റ്ററിന്റെ തെരുവുകളിൽ ഭക്ഷണത്തിന് പോലും പണമില്ലാതെ വളർന്ന റാഷ്ഫോർഡ് ഇന്നിവിടെ ബില്യണുകൾ വിലയിടുന്ന ഫുട്ബോളിന്റെ കേന്ദ്രത്തിലാണ്. പക്ഷേ അവിടേക്കെത്തിച്ച വഴിയിൽ പല വെല്ലുവിളികളും ഉണ്ടായിരുന്നു. മികവുകൾക്കപ്പുറമുള്ള കണ്ണീരും വേദനയും എല്ലാം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു റാഷ്ഫോർഡിൻ്റെത്. പക്ഷേ അതോടൊപ്പം വന്നത് വിമർശനങ്ങളായിരുന്നു. അവൻ ഫുട്ബോളിൽ ഫോക്കസ് ഇല്ലാതെ പൊളിറ്റിക്കലാകുന്നു. ഫുട്ബോൾ മാത്രമല്ല, അവൻ്റെ സാമൂഹിക ഇടപാടുകളും ചർച്ചയാകുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിനായി കഷ്ടപ്പെട്ട ബാല്യകാല ഓർമ്മകൾ അവനെ മാറ്റിയില്ല. COVID-19 കാലത്ത് ഇംഗ്ലണ്ട് സർക്കാരിന് മുന്നിൽ നിൽക്കാൻ തയ്യാറായ ഒരേയൊരു താരമായിരുന്നു മാർക്കസ് റാഷ്ഫോർഡ്. പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ ഭക്ഷണം നൽകാൻ വേണ്ടി നടത്തിയ ക്യാമ്പയിൻ ബ്രിട്ടീഷ് സമൂഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു. ഗവൺമെന്റ് നേരിട്ട് മറുപടി നൽകി. അവൻ്റെ പോസ്റ്റുകൾ പാർലമെന്റിൽ ചർച്ചയായി. അതിനു പിന്നാലെ മില്യൺ കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണ സഹായം കൊടുത്തു. അതിനുള്ള അംഗീകാരം അവൻക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് റാഷ്ഫോർഡ് പരിക്കുകൾക്കൊടുവിൽ പ്രകടനം കുറഞ്ഞിരുന്നു. എറിക് ടെൻ ഹാഗിന്റെ കാലത്തും പിന്നീട് അമോറിമിന്റെ കാലത്തും ക്ലബിലുള്ള അദ്ദേഹത്തിന്റെ പല പ്രശ്നങ്ങളും വാർത്തയായി. ഒരിക്കൽ അയാൾ പറഞ്ഞു, ഞാൻ പിച്ചിൽ പരാജയപ്പെട്ടാൽ അത് ഓർമ്മിപ്പിക്കപ്പെടില്ല, പക്ഷേ ഒരു കുട്ടിയുടെ വിശപ്പ് തീർത്താൽ ഞാനൊരു മനുഷ്യനാകും. എന്നിരുന്നാലും യുണൈറ്റഡ് അയാളെ ലോണിൽ വിട്ടു. ഇപ്പോൾ അയാൾ ബാർസയിലേക്ക് ചേക്കേറുകയാണ്. മാർക്കസ് റാഷ്ഫോർഡ് ഒരു ഫുട്ബോളറാണെന്ന് മാത്രം വിശേഷിപ്പിക്കാൻ കഴിയില്ല. അവൻ ഒരു കത്തിയുള്ള തെളിച്ചമാണ്, പിച്ചിലും പിച്ചിന് പുറത്തും. അവൻ്റെ കഥ ഇന്നത്തെ തലമുറക്ക് പഠിക്കാനുള്ള വലിയൊരു പാഠം തന്നെ.